നമ്മൾ എങ്ങോട്ടാമേ പോകുന്നത്? ഒരു സ്ഥലത്തേക്ക്. ഒരു സ്ഥലത്തേക്കെന്ന് വെച്ചാ? മോന്റെ അച്ഛന്റെ അടുത്തേക്ക്. കള്ളം, അമ്മ ചുമ്മാ പറയാ. അതേ മോനെ, നമ്മൾ അച്ഛനെ കാണാൻ പോവാ. ആ മധു, എങ്ങോട്ടാ അമ്മയും മോനും കൂടെ? കല്യാണത്തിനാ? ആരുടെ കല്യാണം? ഇത്ര തൊട്ട അയൽവക്കത്ത് കിടന്നിട്ട് അറിഞ്ഞില്ലേ? മിസ്റ്റർ മോഹന്റെ കല്യാണം ഇന്ന് 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. വധു നിങ്ങളുടെ തന്നെ ഓഫീസിലെ മേരി. നോ, ഞാൻ വിശ്വസിക്കില്ല. യമുന വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, മോഹൻ തന്നെയാണ് എന്നോടെല്ലാം പറഞ്ഞത്. മാത്രമല്ല, യമുന എന്നോട് പറയാത്ത പലതും മോഹൻ പറഞ്ഞു. മോഹൻ യമുനയുടെ ഭർത്താവായതും ഇപ്പൊ അല്ലാതായതും എല്ലാം. യമുന ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് മോഹൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത്. യു ആർ ലൈ. മറ്റൊരു പെൺകുട്ടിയെ മോഹൻ ഒരിക്കലും വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്താ, അയാൾ ഒരാണല്ലേ? യമുന വിശ്വസിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് യമുനയ്ക്ക് അല്പസമയം കഴിയുമ്പോൾ ബോധ്യമാവും. ഒരു കണക്കിന് ഞാൻ സന്തോഷവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കല്യാണത്തിന് പോകുന്നുണ്ട്. വരട്ടെ. ഞാൻ വീണ്ടും പറയാണ്, ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. മോഹൻ, മോഹൻ ഒന്ന് വരൂ. നിങ്ങൾ ആരാ? എന്തു വേണം? മോഹൻ പ്ലീസ്. സർ, മുഹൂർത്തം കഴിയാറായി, വേഗം ഒപ്പിടണം. തന്റെ ഒരു മുഹൂർത്തം. മോഹൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് വലിയ ശല്യമായല്ലോ. എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. ഒപ്പിടുന്ന വേഗം ഒപ്പിട്. ഒന്ന് അടങ്ങ് സാറേ. അല്പം ക്ഷമിച്ചു പോയാൽ ആകാശം ഒടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. മോഹൻ ഒന്ന് വരൂ. ഞാൻ പറയുന്നത് കേട്ടിട്ട് പിന്നെ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ഒന്ന് വന്നൂടെ മോഹൻ? മിസ്റ്റർ മോഹൻ, ഇവരാരാ? എനിക്കറിയില്ല. യമുനെ, യമുനെ, യമുന, ഞാനാ മധു. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ഞാൻ ബെല്ലടിച്ചിട്ട് വാല് തുറക്കാറുന്നത്? എന്താ, വീട് മാറാൻ പോവാണോ? അതോ ഈ നാട് തന്നെ ഉപേക്ഷിച്ചോ? മോഹന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ യമുനയ്ക്ക് വിശ്വാസമായില്ല. ഇപ്പൊ ബോധ്യമായല്ലോ. ഏതായാലും മോഹൻ തന്റെ ഭാവി തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് യമുന ഇപ്പൊ സ്വതന്ത്രയായി. എന്നാലും മോഹൻ അത് വേണ്ട. എനിക്ക് ആരെ കുറിച്ചും കേൾക്കണ്ട. ആരോടും എനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എല്ലാത്തിനും കാരണക്കാരി ഞാൻ തന്നെയാണ്. എന്റെ അഹങ്കാരത്തിന്റെ പ്രതിഫലമായി ഞാനതിനെ കണക്കാക്കിക്കൊള്ളാം. ഞാനും എന്റെ മോനും ആർക്കും ഒരു ശല്യമാവാതെ
എവിടെയെങ്കിലും കഴിഞ്ഞോളാം. യമുന എന്തായി പറയുന്നത്? ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? യമുനയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ... മധു പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ മധു ഒന്ന് മനസ്സിലാക്കണം. വിവാഹമോചനത്തിന് സമ്മതിക്കുമ്പോഴും ഈ നിമിഷം വരെയും മോഹൻ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. മറ്റൊരു പുരുഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്കതിന് കഴിയില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. മോഹൻ ഇന്ന് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണെങ്കിലും എനിക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വേറെ ആളുടെ ഭാര്യയാവാനും എനിക്ക് സാധിക്കില്ല. മധു, എന്നോട് കാണിച്ച സഹതാപത്തിന് നന്ദി. അമ്മ നിശ്ചയിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സന്തോഷായി കഴിയണം. ഞാൻ വിവാഹം കഴിക്കാനോ? ഇനിയോ? ഇനി വിവാഹം കഴിച്ചാലേ ജനം എന്നെ തല്ലിക്കൊല്ലും. 2 മണിക്കൂർ മുമ്പ് ഒരു പെണ്ണിന് വിവാഹം കഴിച്ച് ഞാൻ വീണ്ടും വിവാഹം കഴിക്കാനോ? 2 മണിക്കൂർ മുമ്പ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്നോ? യെസ്, 2 മണിക്കൂർ മുമ്പ്. ഒരുപാട് കാലമായി ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. മറ്റുള്ളവരുടെയൊക്കെ എതിർപ്പുകൾ കാരണം ഞങ്ങൾക്ക് ഇതുവരെ ഒന്നിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടിയപ്പോൾ ധൈര്യമായി. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ മേരിയെ രജിസ്റ്റർ വിവാഹം കഴിച്ചു. ഓഫീസിൽ യമുനയ്ക്ക് മേരിയോട് എതിർപ്പായിരുന്നെങ്കിലും യമുനയെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്ന മേരി യമുനയെ കൂടുതൽ ഇഷ്ടപ്പെടുകയായിരുന്നു. എല്ലാ ദിവസവും അവിടെ നടക്കുന്ന സംഭവങ്ങൾ മേരി എന്നോട് തുറന്നു പറയുമായിരുന്നു. മോഹൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത് തന്നെ ഞങ്ങളുടെ രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് തൊട്ടു മുമ്പാ. അപ്പോ ഞാൻ അവിടെ കണ്ടത് എന്റെ വിവാഹത്തിന് സാക്ഷിയായി മോഹൻ ഒപ്പിടാൻ തുടങ്ങുമ്പോഴാണ് യമുന വന്നത്. മേരി വഴിയാണ് ഞാൻ മോഹനെ പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട അന്ന് തന്നെ അയാളിൽ ഒരു വലിയ മനുഷ്യനെ ഞാൻ കണ്ടു. പിരിഞ്ഞിട്ടും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നല്ല ഭർത്താവിനെ ഞാൻ കണ്ടു. അന്ന് എനിക്ക് തോന്നി നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഒരു സഹായം മാത്രം മതിയെന്ന്. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഇതാ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ്. അല്പം വേദനിച്ചെങ്കിലും ഇപ്പൊ ഒരു സുഖം തോന്നുന്നുണ്ട് അല്ലേ? ധൈര്യമായിട്ട് ചിരിച്ചോ പെങ്ങളെ. ഇനി ജീവിതമാണ്. നാടകം കഴിഞ്ഞു. മോഹൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ആ വാ അച്ഛാ. എന്താണൊരു നാണം? അപ്പോഴേ എന്റെ ജോലി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഭാര്യയായി ഭർത്താവായി. കുറച്ച് അർജന്റ് ജോലി ബാക്കിയുണ്ട്. എന്റെ കല്യാണം പ്രമാണിച്ച് നിങ്ങൾക്കൊക്കെ വല്ലതും തിന്നാൻ തരണ്ടേ? അയ്യോ, തിന്നാൻ മാത്രം പോരാ. പിന്നെ വാട്ടർ ബ്രീസ് സ്മാൾ സേവിംഗ് സ്കീം. എന്ത്? തണ്ണി തണ്ണി. അയ്യടാ നിർത്തി. അതൊക്കെ കല്യാണത്തിന് മുമ്പ്. വാ. വായി നോക്കി നിൽക്കാതെ വാടോ. വരട്ടെ.